ബോബ് പ്രോക്ടറുടെ മാസ്റ്റർ സീക്രട്ട്. പണം നിങ്ങളെ തേടിവരാനുള്ള 30 ദിവസത്തെ പദ്ധതി. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? പണം സ്വയം നിങ്ങളെ തേടിവരും. അതെ, നിങ്ങൾ കേട്ടത് തികച്ചും ശരിയാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായത്ര പണം. ഇത് ലോട്ടറിയോ ഭാഗ്യമോ വിധിയോ അല്ല. മറിച്ച് ബോബ് പ്രോക്ടർ ലോകത്തെ പഠിപ്പിച്ചതും എന്നാൽ ചുരുക്കം ആളുകൾ മാത്രം സത്യമായി ഉൾക്കൊണ്ടതുമായ വഴിയാണ്. നിങ്ങൾക്ക് സൂര്യപ്രകാശം തരുന്ന, ശ്വാസമെടുക്കാൻ വായു തരുന്ന, ജീവിക്കാൻ വെള്ളം തരുന്ന അതേ യൂണിവേഴ്സ്, പ്രപഞ്ചം നിങ്ങൾക്ക് പണവും നൽകുക തന്നെ ചെയ്യും. അതിനായി നിങ്ങൾ തുടർച്ചയായി 3 ദിവസത്തേക്ക് ഒരു പ്രത്യേക വിദ്യ പരിശീലിക്കണം. ഇതൊരു മന്ത്രവാദമോ കളിവിദ്യകളോ അല്ല. ഇത് വൈബ്രേഷന്റെയും ഫോക്കസിന്റെയും ഊർജത്തിന്റെയും ശാസ്ത്രമാണ്. ബോബ് പ്രോക്ടർ ഇതിനെ മാസ്റ്റർ സീക്രട്ട് എന്ന് വിളിച്ചു. ആ രഹസ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നോക്കൂ, പണം വെറുമൊരു കടലാസല്ല. അത് ഒരുതരം ഊർജമാണ്, എനർജി. ഒരു റേഡിയോ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുന്നതുപോലെ നിങ്ങളുടെ മനസ്സും ഹൃദയവും ആത്മാവും ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ പണത്തെ ആകർഷിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മളിൽ അധികം പേരും എന്തു ചെയ്യുന്നു? നമ്മൾ ദാരിദ്ര്യത്തിന്റെ ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നു. എന്റെ കയ്യിൽ പണമില്ല, ബില്ലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിലക്കയറ്റം ഭയങ്കരമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇല്ലായ്മയിൽ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മ തന്ന് പ്രതികരിക്കും. ബോബ് പ്രോക്ടർ പറയുന്നു, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണത്തിന്റെ കുറവിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. സമ്പത്ത് ആകർഷിക്കണമെങ്കിൽ അത് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതും അവസാനിപ്പിക്കുക. 3 ദിവസത്തെ മാസ്റ്റർ സീക്രട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹൗ ദ 3-day മാസ്റ്റർ സീക്രട്ട് വർക്ക്സ്. 1-ാം ദിവസം, വ്യക്തമായ ചിത്രം, ദ ക്ലിയർ പിക്ചർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ പക്കൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന ഒരു വ്യക്തമായ ചിത്രം നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുക. നിങ്ങൾക്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ വേണമെന്ന് കരുതുക. രാവിലെ ഉണരുമ്പോൾ കണ്ണടച്ച് 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതിനകം ഉണ്ട് എന്നനുഭവിക്കുക. നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ സ്ക്രീൻ നിങ്ങളുടെ കണ്ണിനു മുന്നിൽ മനസ്സിൽ കാണുക. അതിൽ വിഷമമോ സംശയമോ അല്ല, സന്തോഷത്തിന്റെ പുഞ്ചിരി വരണം. ഇതൊരു കളിയല്ല. ഇത് നിങ്ങളുടെ അബോധ മനസ്സിനെ, സബ്കോൺഷ്യസ് മൈൻഡ് വീണ്ടും പ്രോഗ്രാം ചെയ്യുന്ന പ്രക്രിയയാണ്. 2-ാം ദിവസം, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കിപ്പോഴുള്ള പണത്തിനു മാത്രമല്ല, വഴിയിലുള്ള പണത്തിനും നിങ്ങൾ നന്ദി പറയുക. അതെ, നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത പണത്തിനു പോലും നന്ദി പറയുക. രാവിലെയും രാത്രിയിലും ഈ ഒരു വാചകം പറയുക: നന്ദി പ്രപഞ്ചമേ, എന്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ദി അബണ്ടൻസ് ഓഫ് മണി ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം. കാരണം പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ നിങ്ങളുടെ വികാരങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത്. 3-ാം ദിവസം, ധനികനെപ്പോലെ പെരുമാറുക, ആക്ട് റിച്ച്. നിങ്ങളുടെ കയ്യിൽ ഇതിനകം ധാരാളം പണമുണ്ട് എന്ന രീതിയിൽ ദിവസം മുഴുവൻ പെരുമാറുക. ഇതിനർത്ഥം പണം ദുർവ്യയം ചെയ്യുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതി, നടത്തം, ആത്മവിശ്വാസം എന്നിവ മാറ്റുക എന്നാണ്. നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ പണം തികയുമോ എന്ന് ചിന്തിക്കാതെ എനിക്കിഷ്ടമുള്ളത് വാങ്ങാൻ ആവശ്യത്തിലധികം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുക. ഇതൊരു അഹങ്കാരമല്ല, ഇതൊരു വിശ്വാസമാണ്. വിശ്വാസമാണ് നിങ്ങളുടെ വൈബ്രേഷനെ മാറ്റുന്നത്. എന്തുകൊണ്ട് 3 ദിവസം? നിങ്ങളിത് 3 ദിവസം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ പാറ്റേണിലേക്ക് മാറാൻ തുടങ്ങും. ഈ 3 ദിവസങ്ങളിൽ ഒരു സംശയവും കൂടാതെ പൂർണ്ണ ആത്മാർത്ഥതയോടെ നിങ്ങളിത് ചെയ്താൽ പ്രപഞ്ചം നിങ്ങൾക്ക് ആദ്യം ചെറിയ സിഗ്നലുകൾ തരും. പെട്ടെന്നൊരു പഴയ കടം തിരികെ കിട്ടുക, എവിടെ നിന്നെങ്കിലും ഒരു ബോണസ് ലഭിക്കുക, ഒരു പുതിയ ക്ലയന്റിനെ ലഭിക്കുക. ഇതൊക്കെ വാതിൽ തുറക്കുന്നു എന്നതിന്റെ സൂചനകളായിരിക്കും. വാതിൽ തുറന്നാൽ പണത്തിന് പിന്നെ ഒരു തടസ്സവും ഉണ്ടാകില്ല. ബോബ് പ്രോക്ടർ എപ്പോഴും പറയുമായിരുന്നു, മണി ഈസ് ഒബീഡിയന്റ് ടു എ ക്ലിയർ ഫോക്കസ്ഡ് മൈൻഡ്. വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച മനസ്സിന് പണം കീഴ്പ്പെട്ടിരിക്കും. എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി അറിയുകയും എല്ലാ ദിവസവും ആ ഫ്രീക്വൻസിയിൽ ജീവിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് മാത്രമാണ് പണം പോകുന്നത്. ഉള്ളിലെ ലോകം, പുറത്തെ പ്രതിഫലനം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ആഴത്തിലുള്ള സത്യം പറഞ്ഞുതരാം. പണം നേടുന്നതിന്റെ യഥാർത്ഥ കളി പുറത്തല്ല, അകത്താണ്. ബോബ് പ്രോക്ടർ പറയും, നിങ്ങളുടെ പുറത്തുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ പ്രതിഫലനമാണ്. അതായത് നിങ്ങളുടെ പോക്കറ്റിലുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളുടെ ഫലമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയം, സംശയം, കുറവ്, അരക്ഷിതാവസ്ഥ എന്നിവയുണ്ടെങ്കിൽ പുറത്ത് ദാരിദ്ര്യം, കടം, കഷ്ടപ്പാട് എന്നിവ ദൃശ്യമാകും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം, സമൃദ്ധി, നന്ദി എന്നിവയുണ്ടെങ്കിൽ പുറത്തും പണം വർഷിക്കും. ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് പണം ആദ്യം വരട്ടെ എന്നിട്ടെനിക്ക് സന്തോഷിക്കാമെന്നാണ്. എന്നാൽ മാസ്റ്റർ സീക്രട്ട് ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആദ്യം സന്തോഷം അനുഭവിക്കണം. നിങ്ങൾ ആദ്യം സമ്പന്നതയുടെ ഫ്രീക്വൻസിയിലേക്ക് വരണം. അപ്പോൾ പണം വരും. പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാൻ 3 കാര്യങ്ങൾ.
നിങ്ങളുടെ ഈ പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കാൻ നിങ്ങൾ 3 പുതിയ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണം. 1. ധനത്തിന്റെ ഡയറി, ദ മണി ഡയറി. ഒരു ചെറിയ നോട്ട്ബുക്ക് എടുക്കുക. എല്ലാ ദിവസവും അതിലെഴുതുക, എനിക്ക് ഇത്രയും പണം ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്ന് നിങ്ങൾക്ക് 100 രൂപ കിട്ടിയെങ്കിൽ അതും എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടാക്കിയെങ്കിൽ അതും എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ പണം വരുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിന് നൽകുന്നു. പ്രപഞ്ചം ആ ദിശയിലേക്ക് കൂടുതൽ അയക്കാൻ തുടങ്ങും. 2. പണത്തോടുള്ള ഭയം മാറ്റുക. എലിമിനേറ്റ് ഫിയർ ഓഫ് മണി. പലർക്കും അറിയാതെ തന്നെ പണത്തെക്കുറിച്ച് ഭയമുണ്ട്. വന്നാൽ പോകുമോ, ഇത്രയും വലിയ പണം എനിക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് തുടങ്ങിയ ചിന്തകൾ. പണത്തെ ബഹുമാനിക്കുന്നവരോട് മാത്രമേ അതടുത്തു നിൽക്കൂ, പേടിക്കുന്നവരോടല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും 1-2 മിനിറ്റ് നോട്ടുകൾ കയ്യിലെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, പണം എന്റെ സുഹൃത്തിനെപ്പോലെയാണ്, ഞാൻ അതിനെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. 3. നൽകുക, വളർത്തുക. ഗിവ് ആൻഡ് ഗ്രോ. പണം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ രഹസ്യമാണിത്. പണത്തിന്റെ ഒഴുക്ക്, ഫ്ലോ നിങ്ങൾ തുറന്നിടണം. നിങ്ങൾ അത് ശേഖരിച്ചു വയ്ക്കുക മാത്രം ചെയ്താൽ അതിന്റെ ഒഴുക്ക് നിലയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ ഭാഗം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ആവശ്യമുള്ളവർക്ക് നൽകുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത് പ്രപഞ്ചത്തിനൊരു സന്ദേശം നൽകുന്നു, എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്ര എനിക്കുണ്ട്. പ്രപഞ്ചം ചിന്തിക്കും, ഇവൾക്ക് കൂടുതൽ അയക്കാം. ബോബ് പ്രോക്ടറുടെ പ്രത്യേക വിഷ്വലൈസേഷൻ. രാത്രി ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇത് ചെയ്യുക. 1. കണ്ണുകൾ അടയ്ക്കുക. 2. നിങ്ങളുടെ സ്വപ്നഭവനം നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർ ഓടിക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട അവധിക്കാലം കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. 3. നിങ്ങൾ ആ നിമിഷത്തിലാണെന്ന് അനുഭവിക്കുക. ശബ്ദം കേൾക്കുക, സുഗന്ധം അനുഭവിക്കുക, നിങ്ങളുടെ മുഖത്ത് കാറ്റ് തട്ടുന്നത് അറിയുക. 4. നിങ്ങളിത് ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രപഞ്ചം അതിനെ യാഥാർത്ഥ്യമാക്കും. 7 സ്റ്റെപ്പ് മണി അട്രാക്ഷൻ പ്രോസസ്. ഇനി നമ്മൾ ബോബ് പ്രോക്ടറുടെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇത് ഉൾക്കൊണ്ടാൽ പണത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ ഓട്ടം എന്നേക്കുമായി അവസാനിക്കും. കാരണം പണം സ്വയം നിങ്ങളെ തേടാൻ തുടങ്ങും. ഓരോ വ്യക്തിക്കും മണി ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇതെല്ലാം ചേർന്നാണ് ആ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നത്. പണം ആകർഷിക്കപ്പെടുന്നത് അത് ക്ഷണിക്കപ്പെടുന്ന ഫ്രീക്വൻസിയിലേക്ക് മാത്രമാണ്. ഈ ഫ്രീക്വൻസി മാറ്റാൻ നിങ്ങൾ ഈ 7 സ്റ്റെപ്പ് മണി അട്രാക്ഷൻ പ്രോസസ് ചെയ്യണം. അടുത്ത 30 ദിവസം നിങ്ങളിത് ചെയ്താൽ പണം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സമൃദ്ധിയും നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. 1. പ്രഭാത മണിമന്ത്രം. രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പറയുക, നന്ദി പ്രപഞ്ചമേ, എനിക്ക് അനന്തമായ ധനമുണ്ട്, അത് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ അന്നത്തെ ഫ്രീക്വൻസി തീരുമാനിക്കും. 2. വാലറ്റിന്റെ ഊർജം. നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ വാലറ്റ് വൃത്തിയില്ലാത്തതോ കീറിയതോ അലങ്കോലമായതോ ആയി സൂക്ഷിക്കരുത്. വാലറ്റ് വൃത്തിയായി സൂക്ഷിക്കുക. നോട്ടുകൾ അടുക്കി വയ്ക്കുക. ഒരു വലിയ നോട്ട് എപ്പോഴും അതിൽ സൂക്ഷിക്കുക, ചെലവഴിച്ചില്ലെങ്കിൽ പോലും. ഇത് നിങ്ങളുടെ മനസ്സിന് സന്ദേശം നൽകുന്നു, എന്റെ കയ്യിൽ എപ്പോഴും പണമുണ്ട്. 3. മണി വിഷൻ ബോർഡ്. നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടിന്റെ, കാറിന്റെ, ബാങ്ക് ബാലൻസിന്റെ, യാത്രകളുടെ ചിത്രങ്ങൾ വയ്ക്കുക. എല്ലാ രാവിലെയും രാത്രിയും 2 മിനിറ്റ് നേരം ഇവ നോക്കിക്കൊണ്ട് ഇവയെല്ലാം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചിരിക്കുന്നു എന്ന് അനുഭവിക്കുക. 4. നന്ദിയുടെ ഡയറി. എല്ലാ രാത്രിയിലും നിങ്ങൾ നന്ദിയുള്ളവരായ 5 കാര്യങ്ങൾ എഴുതുക. അതിൽ 2 എണ്ണമെങ്കിലും പണവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഉദാഹരണത്തിന്, ഇന്ന് 500 രൂപ ലാഭിക്കാൻ സാധിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഇന്ന് എന്റെ ബിസിനസ്സിൽ ഒരു പുതിയ കസ്റ്റമർ വന്നതിന് നന്ദി. 5. സാമ്പത്തിക പ്രഖ്യാപനം. ദിവസത്തിൽ 3 തവണ ഉറക്കെ പറയുക, പല സ്രോതസ്സുകളിൽ നിന്ന് പണം എന്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു. ഇത് പറയുമ്പോൾ കൈകൾ എന്തോ സ്വീകരിക്കുന്നതുപോലെ വിടർത്തിപ്പിടിക്കുക. 6. 10% നിയമം. നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 10% സമ്പാദ്യത്തിനോ നിക്ഷേപത്തിനോ വേണ്ടി മാറ്റിവെക്കുക. 1 മുതൽ 2% വരെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്കായി നൽകുക. ഇതാണ് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ വഴി. 7. പണത്തെക്കുറിച്ചുള്ള സംസാരം മാറ്റുക. ചേഞ്ച് ഹൗ യു ടോക്ക് അബൌട്ട് മണി. എന്റെ കയ്യിൽ പണമില്ല എന്ന് ഒരിക്കലും പറയരുത്. പകരം പറയുക, ഞാൻ എന്റെ പണം ക്രമീകരിക്കുകയാണ്, അല്ലെങ്കിൽ പണം എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ വിത്തുകളാണ്. നിങ്ങൾ സംസാരിക്കുന്നത് പ്രപഞ്ചത്തിൽ വളരും. നിങ്ങളുടെ ഊഴം. ഈ 7 സ്റ്റെപ്പുകൾ വെറും സിദ്ധാന്തമല്ല, ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ പുറം ലോകം നിങ്ങൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കും. ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. അടുത്ത 3 ദിവസം നിങ്ങൾ ഈ മാസ്റ്റർ സീക്രട്ട് പരിശീലിക്കുമോ? 30 ദിവസം ചെയ്യുമോ? ഒരു ശീലമാക്കുമോ?
പണം വെറുമൊരു നോട്ടല്ല. അത് നിങ്ങളുടെ ചിന്തയുടെ, നിങ്ങളുടെ ഊർജത്തിന്റെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾ ചിന്ത മാറ്റിയാൽ നിങ്ങളുടെ വിധി, സാഹചര്യം, ലോകം എല്ലാം മാറും. നിങ്ങളുടെ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കമന്റിൽ ഒറ്റ വാചകം എഴുതുക: നന്ദി പ്രപഞ്ചമേ, ഞാൻ സമ്പന്നനാണ്. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം വെൽത്തി. നിങ്ങൾ അത് എഴുതുമ്പോൾ അതൊരു വാക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലേക്ക് നേരിട്ടെത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ താൽപ്പര്യമുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ മെമ്പർമാർക്കായി പ്രത്യേക വീഡിയോകൾ കാത്തിരിക്കുന്നു.